അധികൃതരുടെ അടിയന്തര ഇടപെടൽ ആവശ്യമായ ഇടുക്കിയിലെ ഒരു വിഷയമാണ് ഇന്ന് ലോക്കൽ ഫോക്കസിൽ. ഇടുക്കി അയ്യപ്പൻ കോവിലിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമായ തൂക്കുപാലം അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളായി. നേരത്തെ നമ്മൾ ഇതേ പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന പാലം അപകടാവസ്ഥയിലായിട്ടും നവീകരിക്കുന്ന മട്ടൊന്നും കാണുന്നില്ല. അയ്യപ്പൻ കോവിലിൽ നിന്ന് സന്ദീപ് രാജാക്കാട് പറയും നിലവിലെ അവസ്ഥ എന്താണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമായിട്ടുള്ള ഒരു തൂക്കുപാലമാണ് ഈ അയ്യപ്പൻ കോവിൽ തൂക്കുപാലം എന്ന് പറയുന്നത്. അതിലുപരിയായി വലിയ വിനോദസഞ്ചാര സാധ്യത നിലനിൽക്കുന്ന ഒരു തൂക്കുപാലം കൂടിയാണ്. ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികൾ ഈ മേഖലയിലേക്ക് എത്തി ഇതിൽ കയറി ഒക്കെ ആസ്വദിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആശങ്ക ഉയർത്തുന്നത്. നിരവധിയായിട്ടുള്ള വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തി പാലത്തിലേക്ക് കയറുന്നതിനുള്ള 40 പേരിൽ കൂടുതൽ കയറാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും അതൊക്കെ അവഗണിച്ച് കൂടുതൽ സഞ്ചാരികൾ ഈ പാലത്തിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഇവിടെ അതിനൊക്കെ ഈ സഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മോട് ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് നമ്മോടൊപ്പം ഉള്ളത്. അമ്മ, എന്താണ് ഈ പാലത്തിൻ്റെ ഒരു സാഹചര്യം? ഈ പാലം പണിതിട്ട് 12 വർഷം കഴിഞ്ഞ് ഇത് 13ാം വർഷമാണ്. 8 വോൾട്ടെല്ലാം അഴിഞ്ഞ് കിടക്കുകയാണ്. ആൾക്കാർ പോകുമ്പം വല്ലാതെ കുലുങ്ങുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ പേടിച്ചും ഒക്കെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് മറ്റ് യാത്രാമാർഗ്ഗങ്ങളൊന്നുമില്ല അക്കരയ്ക്ക് കിടക്കാൻ? ഇല്ല, മറ്റ് യാത്രാ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇവിടെ വെള്ളം കയറി പാലം ഓടുമ്പം ആകെ ഇതേ ഉള്ളൂ ആശ്രയം. ഇത് അപകടങ്ങൾ ഉണ്ടായതിന് ശേഷം ഒരു ദുരന്ത ഫണ്ട് രൂപീകരിച്ചിട്ടൊന്നും കാര്യമില്ല. അതിനു മുമ്പായിട്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടാക്കി ഇത് നവീകരിച്ചാൽ ഈ പ്രദേശവാസികൾക്ക് ഉപകാരപ്രദമാകും. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇവിടെയില്ല. അവർക്ക് വേണ്ട ഒരു ഫെസിലിറ്റി ഇവിടെയില്ല. പക്ഷേ ഇവിടെ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് ആ ടൂറിസ്റ്റുകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുകയും അവരിൽ ചിലർ ഇതിനൊരു വിനോദത്തിന് വേണ്ടി ഈ പാലം ആട്ടുകയും ചെയ്യും. ഈ സമയത്ത് വലിയ അപകടമാണ്. ഈ പാലത്തിൻ്റെ തൂണുകളൊക്കെ നിൽക്കുന്നത് വെള്ളം കയറി വരുമ്പോൾ വെള്ളത്തിനകത്താണ്. അപ്പോൾ ഇതിന് എത്രമാത്രം ബലം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തൂക്കുപാലം ഞങ്ങൾക്ക് വലിയ ഈ നാടിന് വലിയ അനുഗ്രഹമാണ്. ഈ നാട്ടിലെ വലിയ ഒരു വികസനത്തിനും അതുപോലെ ഈ നാടുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും സഞ്ചരിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ്. പക്ഷേ ആ മാർഗ്ഗം ഇപ്പം നമുക്കിപ്പോൾ ഒരു അപകടത്തിൽ ഭീഷണി, അതോടൊപ്പം ഈ നാട്ടിൽ സ്വസ്ഥതയും സ്വൈര്യവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലൂടെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സുജയ, അത്തരത്തിലാണ് ഈ ഒരു പാലം. ഇത് വലിയ രീതിയിലുള്ള സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ ആളുകളുടെ ഈ ജനങ്ങളുടെ ഏക ആശ്രയമായിട്ടുള്ള ഒരു പാലമാണ്. നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം, പൂർണ്ണമായും തുരുമ്പെടുത്ത് വലിയ ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. ഈ നെറ്റ് ബോൾട്ടുകളെല്ലാം തന്നെ ഇളകി കിടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. ഇത്തരത്തിൽ എല്ലാം ലൂസാകുകയും തുരുമ്പെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി തന്നെ ഒരു മെയിൻ്റനൻസ് നടത്തി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കും എന്നതിന് സംശയമില്ല. ഒപ്പം തന്നെ ഇവിടെ വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി ഒരുക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ ആവർത്തിച്ചു പറയുന്നു, അടിയന്തരമായ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സുജയ.